Hi students, welcome to another session of Easy Learn 365 Business Research Methods classes. In the last session, we were discussing about the research design. Research design എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും റിസർച്ച് ഡിസൈനിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പോണൻസ് എന്താണെന്നുമാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആസ് വി ഡിസ്കസ്ഡ് ആക്ച്വലി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു റിസർച്ചർ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അയാളുടെ ബിഗിനിങ് ടു എൻഡ് എന്താണ്, അയാളുടെ പ്ലാൻസ്, പ്രോസസ്സസ് എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് റിസർച്ച് ഡിസൈൻ, അല്ലെങ്കിൽ ഇതൊരു ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പോണൻസിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് വിവിധ തരത്തിലുള്ള റിസർച്ച് ഡിസൈനുകളെ സംബന്ധിച്ചാണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻസ്. The first of all, exploratory research design. Second one, descriptive research design. And third one, causal research design or experimental research design. ഈ മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട റിസർച്ച് ഡിസൈനുകളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ നാം ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ പരിശോധിക്കുകയാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്താണെന്ന് നോക്കാം. Exploratory research is concerned with the discovery of new facts, things, forms, or ideas. Such discoveries and findings could help a researcher in providing new explanations and interpretations. നമുക്ക് നിലവിലില്ലാത്തതായിട്ടുള്ള ചില വിവരങ്ങൾ, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ്, പുതിയ ആശയങ്ങൾ, പുതിയ ഫോം ഓഫ് ബിസിനസ്സസ്, അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സ്, ഇത്തരം കാര്യങ്ങൾ ഡിസ്കവർ ചെയ്ത് കണ്ടെത്തി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അത് നിലവിലുള്ള ചിലപ്പോൾ ബോഡി ഓഫ് നോളജ് നിലവിലുള്ളതായിരിക്കാം, എന്നാൽ അതിനെ കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്രാവിറ്റേഷൻ ഫോഴ്സസിനെ കുറിച്ച് ഐൻസ്റ്റീൻ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹമാണ് അത് കണ്ടെത്തിയതെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഓൾറെഡി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കിലൂടെ ആ ഒരു പുതിയ ഫാക്റ്റിനെ നമ്മളിലേക്ക് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് നോളജ് വെച്ചുകൊണ്ട് നടത്തിയ റിസർച്ചിൽ കൂടെയാണ് അദ്ദേഹം ആ ഒരു ഫാക്റ്റ് നമുക്ക് കൊണ്ടുതന്നത് എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇതുവരെ അറിയാത്തതായിട്ടുള്ള, ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ വഴികൾ കണ്ടെത്തുകയും പുതിയ റിസർച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ആ വേർഡിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ്. എക്സ്പ്ലോർ ചെയ്യുകയാണ്, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഇത്തരം റിസർച്ചിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് തന്നെ പലതരത്തിൽ നമുക്ക് പറയാൻ കഴിയും. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഒന്ന്, എക്സ്പീരിയൻസ് സർവേ ആണ്. രണ്ട്, സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. മൂന്ന്, കേസ് സ്റ്റഡി. നാല്, പൈലറ്റ് സ്റ്റഡി ബൈ ഫോക്കസ് ഗ്രൂപ്പ്സ്. 4 തരത്തിലുള്ള എക്സ്പ്ലോറേറ്ററി മെത്തേഡ്സ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ആദ്യത്തെ 3 തരത്തിലുള്ള എക്സ്പ്ലോറേറ്ററി റിസർച്ചുകൾ നമ്മൾ നോക്കും. ഒന്ന് എക്സ്പീരിയൻസ് സർവേ, രണ്ട് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, 3 കേസ് സ്റ്റഡി. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം പൈലറ്റ് സ്റ്റഡി ബൈ ഫോക്കസ് ഗ്രൂപ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത സെഷനിൽ അത് നോക്കുന്നതായിരിക്കും. എക്സ്പീരിയൻസ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Experience survey is a survey of experiences of persons in the particular field being investigated. The aim is to obtain the insight into the relationships between variable. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷനിൽ പറയുന്ന പോലെ സർവേ ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് പേഴ്സൺ ഇൻ ദ പർട്ടിക്കുലർ ഫീൽഡ് ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്. നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഏത് ഫീൽഡിലാണോ
നമ്മളുടെ ബിസിനസ്സിലാവാം, അക്കൗണ്ടിങ്ങിലാവാം, മാർക്കറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ ഫിനാൻസിലാവാം, ഏത് ഏരിയയിലാണെങ്കിലും, ഈവൻ ഇൻ സയൻസ് ഓൾസോ, നമ്മൾ ഏത് ഫീൽഡിലാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ആ ഫീൽഡുമായി ബന്ധമുള്ള വളരെയധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, നോളജബിൾ ആയിട്ടുള്ള, ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ കൂടെ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് സർവേയിൽ കൂടെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ അത്തരം ഫീൽഡിൽ പ്രവർത്തിച്ച് പരിചയമുള്ള മറ്റേതെങ്കിലും വ്യക്തികൾ, എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ പോലും അത്തരമുള്ള വ്യക്തികളുമായി സംസാരിച്ച് നമ്മളുടെ ബിസിനസ് പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മറ്റ് എല്ലാ കോമൺ ജനങ്ങളുമായിട്ട്, കോമൺ പീപ്പിളുമായിട്ടുള്ള സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സർവേയിൽ കൂടെയോ ഒന്നും നമുക്ക് ഈ പ്രോബ്ലത്തിന് ചിലപ്പോൾ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി കോംപ്ലക്സ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇത്തരം ഫീൽഡുമായി ബന്ധമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് അത്തരം ആളുകളിൽ നിന്നും വിവരശേഖരണം നടത്തിയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തേത് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ആണ്. സെക്കൻഡറി ഡാറ്റ റെഫേഴ്സ് ടു ലിറ്ററേച്ചർ പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് available as a result of studies conducted by others for their own purpose. In other words, secondary data are statistics that already exist. നിലവിൽ മറ്റ് വ്യക്തികൾ അവരുടെ റിസർച്ചിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ളതും പബ്ലിഷ് ചെയ്തിട്ടുമായ ആയിട്ടുള്ള ലിറ്ററേച്ചർ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അവർ റിസർച്ചിന്റെ ഭാഗമാകാം. ചില സമയങ്ങളിൽ ഇപ്പോൾ ചില കമ്പനികളൊക്കെ അവരുടെ ഫൈനാൻഷ്യൽ ഡാറ്റ, അവരുടെ അക്കൗണ്ടിങ് ഡാറ്റ ഒക്കെ പൊതുജനത്തിന് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നുണ്ടാവാം. അത്തരം എല്ലാ ഡാറ്റകളെയും നമുക്ക് സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. സെക്കൻഡറി ഡാറ്റയെ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് ഇന്റേണൽ സെക്കൻഡറി ആൻഡ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ. ഇന്റേണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ചില സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ ചില രാജ്യത്തിനകത്ത് മാത്രം പബ്ലിഷ് ചെയ്യുന്നതായിട്ടുള്ള ഇന്റേണൽ ഡാറ്റ. ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ടു ദി എക്സ്റ്റേണൽ പാർട്ടി. അതേസമയം എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീ ഡാറ്റ അല്ലെങ്കിൽ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഫോർ ദ പബ്ലിക്. ഇത് പൊതുജനത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. പൊതുജനത്തിന്റെ അറിവിലേക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ മുഴുവനും അത്തരത്തിൽ പൊതുജനത്തിന് നോക്കാവുന്നതാണ്. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ ഫിനാൻഷ്യൽ ലിറ്ററസി സർവേ ഒക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവേ ഒക്കെ നടത്താറുണ്ട്. അത്തരം ഫിനാൻഷ്യൽ സർവേ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു സെക്കൻഡറി ഡാറ്റയാണ്. രാജ്യത്തിൻ്റെ വളർച്ചയെ കാണിക്കുന്നതും ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. ആ ഡാറ്റ നമുക്കെല്ലാം അവൈലബിൾ ആണ്, എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇതാണ് ഈ സെക്കൻഡറി ഡാറ്റ അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ മെത്തേഡാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. Case study refers to a thorough investigation study of all the aspects relating to a situation, an event or happening, an organization, a system, a cultural entity or a community. ഇവിടെ പറയുന്ന ഏതൊരു മേഖലയെക്കുറിച്ചും വളരെ തറവായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു മെത്തഡോളജിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കേട്ട് പരിചിച്ചിട്ടുള്ള ഒരു വേർഡായിരിക്കാം കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓരോ സിറ്റുവേഷനെയും, ഓരോ ഇവൻറ്റിനെയും, ഓരോ ഓർഗനൈസേഷനെയും, ഓരോ ഇൻഡിവിജ്വലിനെയും ഒരു കേസായിട്ട് എടുത്ത് പഠിക്കുന്ന, വളരെ വിശദമായി പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ തറവ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റഡി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബിസിനസ് പ്രോബ്ലം വന്നു കഴിയുമ്പോൾ, നമ്മുടെ ബിസിനസ് ആണ് നമ്മുടെ പ്രോബ്ലം എന്ന് വിചാരിക്കുക. നമ്മുടെ ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ആവാം, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവാം. ആ പ്രോഡക്റ്റിന് ഇപ്പോൾ മതിയായ സെയിൽസ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് മതിയായ റീച്ച് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ ചില ബിസിനസ് യൂണിറ്റുകൾ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഓരോ കേസായിട്ട് എടുത്ത് പരിശോധിച്ച് അവിടുത്തെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രോബ്ലംസിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡെഫിനിഷൻ PV യങ് പറഞ്ഞിട്ടുള്ളത്, എ കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്, ബി ദാറ്റ് യൂണിറ്റ് എ പേഴ്സൺ, എ ഗ്രൂപ്പ്, എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ,
distinct or a community is called case study. അദ്ദേഹം ഇതിനെ സോഷ്യൽ യൂണിറ്റ് എന്ന ഒരു ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കേസ് സ്റ്റഡിയിൽ എടുക്കുന്ന എല്ലാ യൂണിറ്റ്സിനെയും സോഷ്യൽ യൂണിറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു വ്യക്തിയാകാം, ഒരു സ്ഥാപനമാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി തന്നെ ആകാം. എന്താണെങ്കിലും അതിനെ ഒരു സോഷ്യൽ യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി മെത്തേഡിൽ എന്തൊക്കെയാണ് പ്രത്യേകത? ഒന്ന്, സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ കമ്മ്യൂണിറ്റിയോ എന്തു തന്നെയാണെങ്കിലും അതിനെ മുഴുവനായിട്ട് എടുത്ത് പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി മെത്തേഡിൽ കൂടെ നാം നോക്കുമ്പോൾ കാണുന്നത്. മറ്റൊന്ന്, കോണ്ടാക്ട് വിത്ത് എ സ്പെസിഫിക് ഫീൽഡ്. വി നീഡ് കോണ്ടാക്ട് വിത്ത് ദീസ് സോഷ്യൽ യൂണിറ്റ്സ്. നമുക്ക് അവരിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ പഠിക്കാനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ച് ഒരു സോഷ്യൽ യൂണിറ്റ്, ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ വി നീഡ് ടു ഹാവ് കോണ്ടാക്ട് വിത്ത് ദാറ്റ് കമ്മ്യൂണിറ്റി. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ പോകണം. പ്രത്യേകിച്ച് നമ്മളൊരു ആദിവാസി വിഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് വിചാരിക്കും. നമുക്ക് അവരുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അവരെ കുറിച്ച് വായിച്ചതുകൊണ്ട് മാത്രം ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. സോ വി നീഡ് കോണ്ടാക്ട് വിത്ത് ദാറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിനെ കുറിച്ചാണ് പ്രോബ്ലം എങ്കിൽ വി നീഡ് ടു വിസിറ്റ് ദാറ്റ് ബിസിനസ് യൂണിറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ധാരാളം സമയമെടുക്കും നമുക്ക് ഈ കേസ് സ്റ്റഡി മെത്തേഡ് ചെയ്യണമെങ്കിൽ. കാരണം അവരുമായി ഇൻട്രാക്ട് ചെയ്യണം, അവിടുത്തെ പ്രോബ്ലംസ് മനസ്സിലാക്കണം, ഇത് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ ധാരാളം പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റഡി ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് എക്സാമ്പിൾസ്. നമുക്ക് ഈ കേസ് സ്റ്റഡി എടുത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഇൻസൈറ്റ്സ് കിട്ടും. എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പല എക്സാമ്പിൾസും അല്ലെങ്കിൽ പല ഇൻസിഡൻസും പല ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് കേസ് സ്റ്റഡി നടത്തുന്ന സമയത്ത് കിട്ടും. അതാണ് കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എവിടെ നിന്നാണ് കേസ് സ്റ്റഡി മെത്തേഡിന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഒന്ന്, പേഴ്സണൽ ഡോക്യുമെന്റ്സിൽ കൂടിയാണ് നമുക്ക് ഒരു മെത്തേഡിൽ കിട്ടുന്നത്. പേഴ്സണൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ലെറ്റേഴ്സോ ഡയറി മറ്റ് റെക്കോർഡ്സോ ഒക്കെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ലൈഫ് ഹിസ്റ്ററി ഉപയോഗിക്കാം. വ്യക്തികളുടെ ലൈഫ് ഹിസ്റ്ററി, അവർ ജീവിച്ച പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇൻറ്റൻസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് ദ കേസ് സ്റ്റഡി, അയാൾ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയുള്ള ആളായിരിക്കണം. ദെൻ ഇൻട്രഗേറ്റീവ് പവേഴ്സ് തീർച്ചയായും വേണം. ഇൻട്രഗേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ പല വേരിയബിൾസിനെയും കണക്ട് ചെയ്ത് പഠിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് ഇൻട്രഗേറ്റീവ് പവർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, മറ്റു തരത്തിലുള്ള ഏത് അഡീഷണൽ സോഴ്സസും, ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏത് സോഴ്സസും, ബുക്സ് നമുക്ക് നോക്കാം, മാഗസിൻസ് നോക്കാം, ലിറ്ററേച്ചർ നോക്കാം, പ്രീവിയസ് സ്റ്റഡീസ് നോക്കാം, അതുപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ്. കേസ് സ്റ്റഡി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻറ്റൻസീവായിട്ടും ഡീപ്പായിട്ടും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതുപോലെ സബ്ജക്റ്റീവ് പ്രോബ്ലംസിന് നമുക്ക് ഒബ്ജക്റ്റീവ് അല്ലാതെ സബ്ജക്റ്റീവ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. ദെൻ ഇറ്റ് ഈസ് അണ്ടർടേക്കിംഗ് ബിഫോർ സ്റ്റാർട്ടിങ് ആൻ ആക്ച്വൽ റിസർച്ച്. ഇതിനെ തുടർന്നായിരിക്കാം പലപ്പോഴും റിസർച്ച് നടക്കുന്നത്. അതൊരു കമ്പാരറ്റീവ് സ്റ്റഡി പോസിബിൾ ആണ്. പിന്നെ ഒരു നോളജ് നമുക്ക് എൻലാർജ് ചെയ്യാൻ സാധിക്കും. ടു സ്റ്റഡി ഇഫക്റ്റീവ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു സോഷ്യൽ യൂണിറ്റ്, വളരെ വിശദമായിട്ടുള്ള എഫക്റ്റീവായിട്ടൊരു സ്റ്റഡി നടത്താൻ നമുക്ക് സാധിക്കും. വാലിഡ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ബെനിഫിറ്റ്സുകളാണ് നമുക്ക് ഈ കേസ് സ്റ്റഡി മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ആദ്യത്തെ 3 തരത്തിലുള്ള ടൈപ്സ് ഞാൻ പറഞ്ഞത്. ഒരു ടൈപ്പും കൂടെ നമ്മൾ അടുത്ത സെഷനിൽ നോക്കുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ് ഇൻ ദിസ് ക്ലാസ്. ഇഫ് യു ലൈക്ക് ദിസ് സെഷൻ, please like, share, comment and subscribe the channel.
താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലിസണിങ് ടു ഈസി ലേൺ 360.